ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ പറയാൻ വരുന്നത് 30 വർഷം മുന്നേ ഉണ്ടായൊരു സംഭവം കേട്ടോ. അതിൽ നിന്ന് അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിന് ശേഷം ഞാൻ അതൊരു ചേഞ്ച് വരുത്തിയത്, അത് ഇപ്പോഴും ഞാൻ മാറ്റിയിട്ടില്ല കേട്ടോ. ആ കാര്യമായിട്ട് പറയാൻ വേണം. അതിന് ആ ഒരു സംഭവത്തിൻ്റെ പേരിൽ വിലപ്പെട്ട ഒരു ബന്ധം അങ്ങോട്ട് ഞാൻ മുറിച്ച് കളഞ്ഞ ഒരാളാട്ടോ, ആ ഒരു ചോദ്യത്തിൻ്റെ പേരിൽ. അപ്പോൾ അതന്ന് പിന്നെ പറയാൻ പോണത്, ഈ പ്ലേറ്റ് ഉണ്ടോ, ഈ പ്ലേറ്റ് അല്ല, അന്ന് വേറെ പ്ലേറ്റാണ്, ഇതുപോലുള്ളൊരു പ്ലേറ്റാണ്. അപ്പോൾ അന്ന് ഞാൻ 4 മാസം പ്രഗ്നൻ്റ് ആണ് കേട്ടോ. പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് സംഭവം ഉണ്ടാവുന്നത് കേട്ടോ. ഇതുപോലത്തെ ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഇതുപോലത്തെ പ്ലേറ്റുകളാണ് ഉണ്ടായിരുന്നത് ഭക്ഷണം കഴിക്കാനായിട്ട്. അവിടെ എല്ലാവർക്കും 10-12 ആളുള്ള വീടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനത്തെ പ്ലേറ്റുകളാണ് ഭക്ഷണം കഴിക്കാനായിട്ട് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഈ പ്ലേറ്റിൽ നമ്മൾ ഒരു കോരി ചോറിട്ടാൽ ഈ പ്ലേറ്റ് ഫുള്ളാവും. ഇതിൽ തോനെ അധികം ഉണ്ടെന്ന് തോന്നുന്നു. ഒരു കോരി ചോറിട്ടാൽ മതി. ഇതിൽ അധികം ചോറുണ്ട് എന്ന് തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലുള്ള ഒരു ചെറിയ പ്ലേറ്റിൽ ചോറെടുത്തപ്പോൾ അത് ഒരു കോരി ഇടാൻ പറ്റുള്ളൂ. അതായത് അത് നിറഞ്ഞിരിക്കും ആ ഒരു കോരി ചോറിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അത് ഞാനൊരു കോരി ഇട്ട് ആദ്യം ഞാൻ കഴിച്ച്. അപ്പോൾ അത് കഴിക്കുന്നത് വേറൊരാൾ കണ്ട്. ഞാൻ ആ ഒരു കോരി ചോറെടുത്ത് തിന്നണത് വേറൊരാൾ കണ്ട്. എന്നിട്ട് ആ ആൾ പോയി. എന്നിട്ട് ആൾ രണ്ടാമത് വന്ന് നോക്കിയപ്പോൾ ഞാൻ രണ്ടാമത് ഒരു കോരി ചോറും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ്, അത് ഫുള്ളും തിന്നിട്ട് വീണ്ടും ചോറെടുത്തോന്ന് ചോദിച്ചു എന്നോട്. അപ്പോൾ അത് പിന്നീട് അതൊരു പ്രശ്നമായി മാറിയപ്പോൾ തമാശക്ക് ചോദിച്ചതാണ്, തമാശക്ക് പറഞ്ഞതാണ് എന്ന് ഉള്ളതാണ് വന്നത്. അത് പക്ഷെ അത് അന്ന് എനിക്കതൊരു തമാശയായിട്ട് തോന്നിയില്ല കേട്ടോ. എനിക്കത് വല്ലാതെ ഫീൽ ചെയ്ത്. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണ്. ഞാൻ രാവിലെ മുതൽ അത് കഴിക്കുന്ന സമയം എന്ന് പറയുന്നത് 5 മണി 4:45 കഴിഞ്ഞിട്ടുണ്ട്. വൈകിട്ട് 4:45 കഴിഞ്ഞിട്ട്. അപ്പോൾ രാവിലെ ഞാനൊരു കട്ടൻ ചായ കുടിച്ചതാണ്. ഞാൻ പ്രഗ്നൻ്റ് ആണ്, 4 മാസം പ്രഗ്നൻ്റ് ആണെന്ന് കേട്ടോ. ഭയങ്കരമായിട്ട് ഛർദിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഞാൻ ജോലിക്കും വന്നു പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ ഒരു കട്ടൻ ചായ കഴിച്ചിട്ട് പിന്നെ ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് അതിന് മുന്നേയും ഞാൻ ജോലിക്ക് പോകുമ്പോഴും അതിന് ശേഷം ഞാൻ ജോലിക്ക് പോകുമ്പോഴും രാവിലെ ഒരു കട്ടൻ ചായ ഒരു ബിസ്ക്കറ്റോ എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ 4:30ക്ക് ശേഷമാണ് ഞാൻ ഫുഡ് കഴിക്കുള്ളൂ. അതായത് എനിക്ക് ആ ജോലി ടൈമാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം വരും, എനിക്ക് ആ ജോലി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ രാവിലെ ആ ഫുഡ് ഞാൻ കഴിക്കില്ല. അതായത് രാവിലെ ചായയുടെ പലഹാരം നമ്മൾ എന്തെങ്കിലും പത്തിരിയോ പുട്ടോ അതൊക്കെ ഉണ്ടാക്കില്ല, അതും ഞാൻ കഴിക്കില്ല. ഈ ചോറും ഞാൻ കഴിക്കില്ല. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണ്, ഞാൻ ജോലിക്ക് പോയി വന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റിൽ ചോറെടുത്തിട്ട് ഒരു കോരി ചോറിട്ടപ്പോൾ തന്നെ പ്ലേറ്റ് നിറഞ്ഞപ്പോൾ ഞാൻ പിന്നെ രണ്ടാമത് ഇട്ട് കഴിഞ്ഞാൽ അത് ഇപ്പുറത്തോടെ പോകും. അപ്പോൾ പിന്നെ അത് നല്ല നിറഞ്ഞിരിക്കുന്നതായിട്ട് തോന്നി ചെയ്യും. അപ്പോൾ ഞാൻ ഒരു കോരി ഇട്ട് അത് ആദ്യം കഴിച്ച് എന്നിട്ട് രണ്ടാമത് ഇട്ടപ്പോഴാണ് ഈ ഒരു ചോദ്യം വന്നത്. അപ്പോൾ അത് വല്ലാതെ ഫീൽ ചെയ്ത് അതിൻ്റെ പേരിൽ പ്രശ്നമായി, ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളായി. അപ്പോൾ പിന്നീട് അത് പ്രശ്നമായി, വഴക്കായി, അടിമ തന്നെ അത് അവസാനിച്ചത്. അപ്പോൾ പിന്നീട് അത് ആൾക്കാർ ചോദ്യം ചെയ്തപ്പോൾ അത് പ്രഗ്നൻ്റ് ആയൊരു പെണ്ണല്ലേ, അതിനങ്ങനെ തല്ലാൻ പാടുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി എന്താ വെച്ചാൽ തമാശക്ക് ചോദിച്ചതാണ്. അപ്പോൾ എനിക്കത് തമാശയായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പോഴും എനിക്കത് ഓർക്കുമ്പോൾ അതൊരു തമാശയായിട്ട് തോന്നില്ല. പക്ഷെ അതിന് ശേഷം 30 വർഷം മുന്നുണ്ടായ കാര്യം കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ ഇങ്ങനത്തെ പ്ലേറ്റ് ഇപ്പോൾ മോഡൽ പ്ലേറ്റുകൾ, നമ്മൾ സ്റ്റീൽ പ്ലേറ്റിലൊന്നും ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നില്ല ആൾക്കാർ. മറ്റേ പ്ലേറ്റ് ആണല്ലോ ഉണ്ടാവുക. അതും ഇതുപോലെ തന്നെ ഇതിൽ ചോറിട്ടാലത്തെ അവസ്ഥ തന്നെയാണ് ആ ഒരു പ്ലേറ്റിൽ ചോറിട്ടാലും. അതായത് ഇപ്പോഴത്തെ മോഡൽ പ്ലേറ്റ് പൊട്ടണതും പ്ലാസ്റ്റിക്കിൻ്റെ ഫൈബറിൻ്റെ ഒക്കെ ഉണ്ടല്ലോ, അതിൽ ചോറിട്ടാലും അങ്ങനെ തന്നെയാണ്. ഒരു ചോറിടുമ്പോൾ അത് നിറഞ്ഞിരിക്കും. അപ്പോൾ അതിന് ശേഷം ആ സംഭവത്തിന് ശേഷം ഞാനിതാ
ഇങ്ങനത്തെ പ്ലേറ്റിലാണ് ചോറ് തിന്നുള്ളൂ. അതായത് ഇങ്ങനെയുള്ള പ്ലേറ്റ് ഉണ്ടല്ലോ, ഇത് വ്യത്യാസമുണ്ട് കേട്ടോ, ഇത് വ്യത്യാസമുണ്ട്, ഇത് വ്യത്യാസമുണ്ട്. ഇങ്ങനെയുള്ള പ്ലേറ്റിൽ ഞാൻ ചോറ് കഴിക്കുള്ളൂ. കാരണം ഇതിൽ നമ്മൾ 1 കിലോ അരി ഇട്ട് വെച്ചിട്ട് ഈ ഒരു ചെറിയ പ്ലേറ്റിൽ ഇട്ടാലും ഇതിൽ കുറച്ചായിട്ടേ തോന്നുള്ളൂ. അപ്പോൾ അതിന് ശേഷം ആ ഒരു സംഭവത്തിന് ശേഷം ഇന്നൊക്കെ ഇങ്ങനത്തെ സ്റ്റീൽ പ്ലേറ്റിലൊന്നും ആരും ഭക്ഷണം കഴിക്കില്ല, എല്ലാവർക്കും അറപ്പാണ് ഈ സ്റ്റീൽ പ്ലേറ്റിലൊക്കെ ഭക്ഷണം കഴിക്കുക. അപ്പോൾ അവർ ഇപ്പോൾ ഇങ്ങനത്തെ പ്ലേറ്റ് സ്റ്റീലിൻ്റെ അല്ല, ഫൈബറിൻ്റെ ഉണ്ടല്ലോ, പൊട്ടണതൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തേലാണ് എല്ലാവരും കഴിക്കുന്നത്. പക്ഷെ ഞാനിപ്പോഴും ഇതിലേ കഴിക്കും. എനിക്ക് ഉച്ചക്കലത്തെ ഫുഡ് ഞാനിപ്പോൾ അന്നത്തെ ജോലിക്കൊന്നും ഞാൻ ഇപ്പോൾ പോണില്ല, അന്ന് ഞാൻ പോയിരുന്ന ജോലിക്ക് ഞാൻ പോണില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ പോണത് വേറെ ജോലിക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഉച്ചക്ക് ഫുഡ് കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ അന്ന് ആ തൊഴിൽ അങ്ങനെ ആയിരുന്നു. അതായത് ആ തൊഴിൽ നമുക്കൊരു 5 മിനിറ്റ് വേസ്റ്റായി പോയാൽ അത് നമുക്ക് അന്നത്തെ ആ വരുമാനം കുറയുന്ന അങ്ങനത്തെ ജോലിയായിരുന്നു. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ ടൈമില്ലാഞ്ഞിട്ടും പിന്നെ ഉറക്കം വരും നമുക്കപ്പം, ഇത് തൊഴിലിൻ്റെ സ്പീഡ് അങ്ങോട്ട് കുറയും. അപ്പോൾ അതുകൊണ്ടൊക്കെ എന്നിട്ട് അന്ന് ഫുഡ് കഴിക്കാതിരുന്നു, പകലൊന്നും ഫുഡ് കഴിക്കാതിരുന്നു. അപ്പം അതിന് ശേഷം ഇപ്പോൾ ഇങ്ങനത്തെ പ്ലേറ്റിലാണ് ചോറ് തിന്നുക. അതായത് ഇതിലിപ്പോൾ എനിക്ക് ആവശ്യമുള്ള ഫുഡ് എടുക്കാം. ഞാൻ ഇത് അധികമാണോ കുറവാണോ കുറച്ചാണോന്നും ഇതിലധികം ഉള്ളത് തോന്നില്ല, ഇതിലധികം ഇട്ടാലും അധികം ഉള്ളതായിട്ട് തോന്നില്ല. അതുകൊണ്ട് ഇന്നും ഇതിലാണ് ചോറ് കഴിക്കുക. അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷം. അപ്പം ഇന്ന് ഈ പ്ലേറ്റും കൂടി ഞാൻ ഇതിൽ ചോറെടുക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റ് എടുക്കാൻ പോയപ്പോൾ എനിക്ക് ഇത് കിട്ടി. അപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നതാണ് അന്നത്തെ ദിവസം. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഇതാണ് ഈ പ്ലേറ്റിലാണ് ചോറുന്നത് കേട്ടോ. ഈ പ്ലേറ്റ് മനസ്സിലായ? അപ്പോൾ ഇന്ന് വഴുതന ഉപ്പേരി ചോറ് കേട്ടോ. എന്തെങ്കിലും ഒരു ഉപ്പേരി മാത്രം കൂട്ടി ചോറിനാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ ഉച്ചക്കത്തെ ഫുഡ് ഞാൻ നല്ല കഴിക്കും, രാത്രി ഞാൻ കഴിക്കൂല കേട്ടോ. ഇനി നാളെ ഉച്ചക്ക് ഞാൻ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷം.